കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ നിർണായക ഇടപെടലുമായി സോണിയാഗാന്ധി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വൈകരുതെന്ന് രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശം നൽകി. ഇന്ന് രാത്രി തന്നെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യത. ശരത്ലാൽ, ഇന്നുണ്ടാകുമോ ആ നിർണായക പ്രഖ്യാപനം? തന്നെയാണ്. കാരണം നിർണായകമായ ഇടപെടലാണ് സോണിയാഗാന്ധി നടത്തിയിരിക്കുന്നത്. കാരണം സോണിയാഗാന്ധിക്ക് ലഭിച്ച പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് ലഭിച്ച ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ വിവരം കേരളത്തിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു കർക്കശ നിർദ്ദേശം തന്നെയാണ് സോണിയാഗാന്ധി നൽകിയിരിക്കുന്നത്. എന്നുകൊണ്ട് ഇന്ന് രാത്രിയോട് തന്നെ അത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള നടപടിക്രമങ്ങൾ എടുക്കാമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നതാണ്. നമുക്ക് 10ാം നമ്പർ ജനപഥത്തിൽ നിന്ന് ലഭിച്ച വിവരം. ഏതായാലും സോണിയാഗാന്ധി നിർണായക ഘട്ടത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഇനി ചർച്ചകൾ വേണ്ട, ദീർഘമായ ചർച്ചകൾ വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ചർച്ചകൾ നടത്തുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യുന്നു. ഇനി ഇത്തരം ഒരു ചർച്ചകൾ ആവശ്യമൊന്നുമില്ല. തീരുമാനമെടുക്കുക, തീരുമാനം പ്രഖ്യാപിക്കുക എന്ന കർക്കശ നിർദ്ദേശമാണ് സോണിയാഗാന്ധി നൽകുന്നത്. ആരെ എടുക്കണം അല്ലെ അത്തരം കാര്യങ്ങളിലൊന്നും സോണിയ ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രഖ്യാപനം ഉടനെ വേണം. അതിന് വെച്ച് നീട്ടരുത്. ഇനി കൂടുതൽ ചർച്ച വേണ്ട. നേരത്തെ എംപിമാരുമായി ചർച്ച ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ദീപാദാസ് മുൻഷി വെച്ചിരുന്നു. കേരളത്തിലുള്ള എംപിമാർ പൂർണ്ണമായിട്ടും KCയെ പിന്തുണക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ച വെച്ചിരുന്നു. എന്നാൽ അതിന് അത്തരത്തിലൊന്നും കാര്യങ്ങൾ പോകേണ്ട. ഇനി കൂടുതൽ ചർച്ച വേണ്ട. പ്രഖ്യാപനം ഉടനെ വേണമെന്നാണ് സോണിയയുടെ കർക്കശ നിർദ്ദേശം. അത് ഇനി ചർച്ച ചെയ്യാനുള്ളത് 3 മണിക്ക് VM സുധീരനോട് മാത്രമാണ്. VM സുധീരനോട് കൂടി ചർച്ചകൾ എന്നുള്ള കാര്യങ്ങൾ അവസാനിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രഖ്യാപനം ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് സോണിയ ഇടപെടലിന് ശേഷം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകും. അത് ആരെയാണ് പ്രഖ്യാപിക്കുക എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും VM സുധീരനെ 3 മണിക്കാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. VM സുധീരൻ 2:30 മണിക്ക് മാത്രമേ ഡൽഹിയിൽ എത്തുകയുള്ളൂ. നേരെ 10ാം നമ്പർ ജനപഥിൽ പോവുകയും അവിടെ നിന്ന് അവിടെ രാഹുൽ ഗാന്ധിയെ ചർച്ച നടത്തിയ ശേഷം മാത്രം കേരളത്തിലെത്തും ഉള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി കൂടുതൽ ചർച്ച വേണ്ട എന്ന കർക്കശ നിർദ്ദേശം സോണിയ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് പ്രഖ്യാപനമുണ്ടാകും. ആ പ്രഖ്യാപനം ആർക്ക് അനുകൂലമായിരിക്കുമെന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. ഏതായാലും പ്രഖ്യാപനം കൂടുതൽ ദിവസങ്ങൾക്ക് നീളില്ല എന്ന് തന്നെ നമുക്ക് ഇതുകൊണ്ട് പറയാൻ കഴിയും. ഫാമിലി ശരി, ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.